إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم والفجر വലയാലിൻ അശ്ർ. വിശ്വാസികളെ, സർവശക്തനായ തമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തഖുല്ലാഹ മസ്തതാഅത. സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവൻ എന്ന് പറയുന്നത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്ന നുരകളെപ്പോലെ, പതകളെപ്പോലെയാണ്. ഒരു ചെറിയ കാറ്റടിച്ചാൽ ആ നുരകളും പതകളും ഇല്ലാതാവും. ഇതേ പ്രകാരം ഒരു സെക്കൻഡ് നേരത്തെ, ഒരു മൈക്രോ സെക്കൻഡ് നേരത്തെ ഒരു ചെറിയ അറ്റാക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു അസുഖമോ കാരണമായി, വല്ല ബ്ലോക്കോ ഒക്കെ കാരണമായി മനുഷ്യന്റെ ജീവിതം ഇല്ലാതാവും. ഇത് നാം കാണുന്ന കാഴ്ചയാണ്. ചിന്തിച്ചു നോക്കൂ, കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം ഉണ്ടായിരുന്ന, നമ്മോടൊപ്പം ചിരിക്കുകയും കളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്ന എത്ര ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല. അവരൊക്കെ 6 അടി മണ്ണിന് ചുവട്ടിലാണ്. ആ വീടുകളൊക്കെ നിശബ്ദരാണ്. ഉദാഹരണമായി നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഷബീർ നന്ദി, അൻവർ സാഹിബിന്റെ മകൻ, ഇവരൊക്കെ ഇന്ന് നമ്മോട് കൂടെയില്ല. വളരെ ചെറുപ്പക്കാരായ ആളുകൾ നമ്മോട് കൂടെയില്ല. ഇത്രയൊക്കെ പ്രായമായിട്ടും നാം ഇവിടെ നിൽക്കുന്നു. സഹോദരന്മാരെ, ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ ദുനിയാവ് എന്ന് പറയുന്ന ഒരു മരത്തണലിൽ ആ തണൽ കൊണ്ടിരിക്കുന്ന സമയം മാത്രമാണ്. ആ തണൽ അനുഭവിച്ച് അവൻ ആ മരത്തണലിൽ നിന്ന് അവിടെ ഉപേക്ഷിച്ച് പോകും. ഇതേപോലെയാണ് ദുനിയാവിന്റെ ജീവിതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിവരിക്കുന്ന ഹദീസിന്റെ ആശയത്തിൽ കാണാം. പിന്നെ നമുക്ക് എന്താ സഹോദരന്മാരെ ഇവിടെ ചെയ്യാനുള്ളത്? വളരെ നിശ്ചിതമായ, വളരെ മുഅക്കത്തായ സമയമാണ് നമുക്കിവിടെയുള്ളത്. ആ സമയത്ത് നാം എന്ത് ചെയ്യണം? ഈ ലോകത്ത് ആ സമയത്ത് നമുക്ക് ശേഖരിക്കാനും സംഭരിക്കാനുമുള്ള ഏറ്റവും വലിയ സമ്പത്ത് നാണയ സമ്പത്തല്ല, സ്വർണ സമ്പത്തല്ല, മറിച്ച് നമ്മുടെ സമയം അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ഉപയോഗിക്കണം. തെക്കുവയാണ് നമ്മൾ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത്. തസവ്വദൂ ഫഇന്ന ഖൈറസ്സാദി തഖ്വ. ആലോചിച്ചു, ഫത്തഖൂനി യാ ഉലിൽ അൽബാബ്. നിങ്ങൾ സമ്പത്ത് ശേഖരിക്കണം, നിങ്ങൾ ഭക്ഷണം ശേഖരിക്കണം. ആ ശേഖരിക്കുന്ന സമ്പത്തിൽ ഏറ്റവും ഉത്തമമായത് തെക്കുവയാണ്. ബുദ്ധിയുള്ളവരെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോ നമുക്ക് ഈ സമയത്ത് ശേഖരിക്കാനും സംഭരിക്കാനും കീശിലാക്കാനും ഉള്ളത് യഥാർത്ഥത്തിലുള്ള ആ തെക്കുവയാണ്. ആ തെക്കുവ, ആ നന്മകളാണ് നാം സംഭരിക്കേണ്ടത്. ആ നന്മകൾ സംഭരിക്കാനുള്ള ചില വേദികൾ, ചില അവസരങ്ങൾ, ചില സീസണുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇതാണ് ഈ 18-ാം തീയതി, 1-ാം തീയതി ദുൽഹജ്ജ വന്നു വരികയാണ്. ആലോചിച്ചു, ആ ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ മഹത്തായ അനുഗ്രഹങ്ങളുടെ ദിവസമാണ്. വളരെ പ്രതിഫലമുള്ള ദിവസമാണ്. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയിട്ടുള്ള, അനുഗ്രഹിച്ചിട്ടുള്ള, അള്ളാഹുവിന്റെ ഔദാര്യമായി നൽകിയിട്ടുള്ള ദിനങ്ങളാണ് ദുൽഹജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ആ 10 ദിവസങ്ങൾ കലണ്ടറിലെ വെറും അക്കങ്ങളല്ല, 1, 2, 3 അക്കങ്ങളല്ല, മറിച്ച് ആകാശത്തിന്റെ വാതിലുകൾ, മുഴുവൻ വാതിലുകളും തുറക്കപ്പെടുന്ന
ദിനമാണ് ആ 10 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ പറ്റി അഹബ്ബുൽ അയ്യാമി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനങ്ങളാണ് ആ 10 ദിവസങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയ്യാമും മഅലൂമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി പറയുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. സൽക്കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ഈ ദിൽഹജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. ഖാലു, സഹാബത്ത് ചോദിച്ചു, സ്വാഭാവികമായ ചോദ്യം, വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനും പുണ്യമില്ലേ? അതിനേക്കാൾ ഉത്തമമാണോ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണോ എന്നാണ് സഹാബികൾ ചോദിച്ചത്. ഖാല വലൽ ജിഹാദ് ഫീ സബീലില്ലാഹ്, ജിഹാദുമില്ല, പക്ഷേ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സി വമാലി ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ. ഒരു മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, ജീവനുമായി പുറപ്പെടുകയാണ്, തന്റെ സമ്പത്തുമായി പുറപ്പെടുന്നു. പക്ഷേ അയാൾ യാതൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഒന്നുമില്ലാതെ മടങ്ങി വന്നു എന്ന് പറഞ്ഞാൽ അയാൾ ഷഹീദായി എന്നർത്ഥം. യുദ്ധത്തിന് പുറപ്പെട്ട് ഷഹീദായ മനുഷ്യനൊഴികെ എന്നതാണ് ആ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആലോചിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ ഈ ആശയം നമുക്ക് അയ്യാമും മഅലൂമാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് ഈ 10 ദിവസങ്ങൾക്ക് ഇത്രമാത്രം ശ്രേഷ്ഠത ഉണ്ടാവാനുള്ള അതിന്റെ രഹസ്യം എന്താ, അതിന്റെ ഹിക്മത്ത് എന്താ? കാരണം മറ്റ് ദിവസങ്ങളിലൊക്കെ ചിന്നിച്ചിതറിക്കിടക്കുന്ന ഒരുപാട് നന്മകളുണ്ട്. ആ നന്മകളെല്ലാം ഈ ദിവസങ്ങളാകുന്ന ഒരു പൂന്തോട്ടത്തിൽ, ഒരു തോട്ടത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് പോലെയുള്ള ഒരു തോട്ടമാണ് അയ്യാമുൽ അശ്ർ എന്ന് പറയുന്നത്. ആലോചിച്ചു നിങ്ങൾ, മറ്റ് ദിവസങ്ങളിൽ ഒരു പക്ഷെ നമസ്കാരം, നോമ്പുണ്ടാവും, പക്ഷെ ഹജ്ജ് ഉണ്ടാവില്ല, ബലികർമ്മം ഉണ്ടാവില്ല, ഉളുഹിയ്യത്ത് ഉണ്ടാവില്ല. എല്ലാ കർമ്മങ്ങളും നമസ്കാരം, നോമ്പ്, ഹജ്ജ്, ദിക്ർ, തഹ്ലീൽ, തക്ബീർ തുടങ്ങി തൗബ, ഇങ്ങനെ തുടങ്ങി എല്ലാ ആരാധനാ കർമ്മങ്ങളും ഉള്ള ആ ദിവസങ്ങളാണ് ദിൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന്. അതുകൊണ്ടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനം എന്ന് പറയാനുള്ള കാരണം. സഹോദരന്മാരെ, ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതയാത്രയിലെ ഏറ്റവും വലിയ പെട്രോൾ പമ്പാണ് ഈ ദിവസങ്ങൾ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ആലോചിക്കൂ, മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു വാഹനത്തെ പോലെയാണ്. ആ വാഹനത്തിന് അത് ഓടണമെങ്കിൽ എന്ത് വേണം സഹോദരന്മാരെ? അതിന് ഇന്ധനം വേണം. എത്ര വലിയ കമ്പനി നിർമ്മിച്ച വാഹനമായിട്ട് കാര്യമില്ല, ഇന്ധനം അല്ലെങ്കിൽ ഓടോ, വഴി വെച്ച് നിൽക്കും, അല്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിനുള്ള ഇന്ധനമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസവും തഖ്വയും ശേഖരിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ അയ്യാമുൽ അശ്ർ അഥവാ ദിൽഹിജ്ജ മാസത്തിലെ ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഈ പെട്രോൾ പമ്പ്, ദിൽഹിജ്ജ മാസം എന്ന് പറയുന്ന ആ പെട്രോൾ പമ്പ് റിഡക്ഷനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ് എന്ന് നാം മനസ്സിലാക്കണം. ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഒരു നീണ്ട വരൾച്ച കാലത്തിന് ശേഷം വരുന്ന ഒരു മഴയെ പോലെയാണിത്, അല്ലേ? നീണ്ട വരൾച്ച ഉണ്ടായ ഭൂമിയിൽ എന്താവും? മണ്ണൊക്കെ വറ്റി വരണ്ട് വിണ്ടുകീറിയിട്ടുണ്ടാവും. പക്ഷെ ഒരു മഴ വർഷിക്കുമ്പോൾ അവിടെ എല്ലാം പൂക്കളും ചെടികളും ഒക്കെ പൂത്തുലയും. ഇതേപോലെ മനുഷ്യന്റെ ഹൃദയം ആ തൗബയില്ലാതെ, അള്ളാഹുവിന്റെ ദിക്റില്ലാതെ, വിശ്വാസമില്ലാതെ മനുഷ്യന്റെ ഹൃദയം വറ്റി വരണ്ടിട്ടുണ്ടാവും. ദിൽഹിജ്ജ മാസം വരുമ്പോൾ എല്ലാം അടങ്ങുന്ന, എല്ലാ ആരാധനാ കർമ്മങ്ങളും അടങ്ങുന്ന ആ തഖ്വ, ആ ദിക്റുള്ള, ആ വിശ്വാസം അവന്റെ മനസ്സിലേക്ക് ലഭിക്കുമ്പോൾ അവന്റെ ഹൃദയം കുളിർക്കും എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, എങ്ങനെയൊക്കെ മഴ പെയ്താലും എന്തൊക്കെ അയ്യാമിൽ പിന്നെ ദിൽഹിജ്ജ വന്നാലും 10 ദിവസങ്ങൾ വന്നാലും ചില ഹൃദയങ്ങൾ അത് വരണ്ടതുപോലേക്കും. ആ പാറമ്മല് മഴ വർഷിച്ചേക്കാം, അതിന് മഴ വർഷിച്ചിട്ടുള്ള കാര്യമുണ്ടോ? അങ്ങനെ ഒലിച്ചു പോകും. എന്നാൽ ചില ആളുകൾ, ബാക്കിയുള്ള ആളുകൾ, അവരുടെ ഹൃദയങ്ങൾക്ക് മാറ്റം വരും എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ദിനം എന്ന് പറയുന്നത് സാധാ ദിവസമല്ല, വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അയ്യാമുൽ അശ്റിൽപ്പെട്ട ഒരു ദിവസത്തെ പറ്റി പറയുന്നുണ്ട്. യൗമ അറഫ എല്ലാവർക്കും അറിയാം.
ആ അറഫായെ സംബന്ധിച്ച് ഒരു വിശ്വാസി അറഫ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഒരു സലഫ് സാലിയ വിശ്വാസി അറഫ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ എല്ലാവരും ഉണ്ട് കൈ ഉയർത്തിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കൈ മേലോട്ട് ഉയർത്തി എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ. അപ്പോ അയാളുടെ ചിന്തയിൽ വരികയാണ്, എന്തിനാണ് ഈ മനുഷ്യന്മാരൊക്കെ ഇവിടെ ഇങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത്? അവരുടെ നിൽപ്പ് കാണുമ്പോൾ ഒരു പരമദരിദ്രന്റെ അടുത്താണ് ഇവർ നിൽക്കണമെങ്കിലും ആ ദരിദ്രൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കും, അവരെ കാലിയായി മടക്കില്ല. എങ്കിൽ സഹോദരന്മാരെ, ഇവർ നിൽക്കുന്നത് അത്യുദാരനായ അള്ളാഹുവിന്റെ മുമ്പിലാണ്. ആ അള്ളാഹു അവരുടെ കൈ മടക്കുകയില്ല എന്ന് അദ്ദേഹം അവിടെ ഉറപ്പിച്ചു പറയും. ഇതാണ് അറഫാ ദിനം എന്ന് പറയും. ആ അറഫാ ദിനത്തെ സംബന്ധിച്ചാണ് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ വശാഹിദിൻ വമശ്ഹൂദ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഷാഹിദ് എന്ന് പറയുന്നത് മഹാനായ ഇബ്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് അശ്ശാഹിദ് യൗമുൽ ജുമഅ, ഷാഹിദ് എന്ന് പറയുന്ന ജുമഅ ദിനമാണ്. മശ്ഹൂദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് യൗമു അറഫ, അറഫാ ദിനമാണ് എന്ന് അദ്ദേഹം പറയും. ഈ ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇസ്ലാം ദീനിനെ പൂർത്തിയാക്കിയിട്ട്, അതും അതിന്റെ മഹത്തായ ഒരു അനുഗ്രഹം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാം ദീനിനെ മതമായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടി തന്നിരിക്കുന്നു. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി വല്ലാഹി ഇന്നി ലഅലമുൽ യൗമല്ലദീ നസലത അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സഅത്തല്ലതീ നസലത ഫീഹാ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസലത അശിയത അറഫ ഫീ യൗമി ജുമഅ. ഈ ആയത്ത് എവിടെ വെച്ചിട്ടാണ്, ഏത് സമയത്ത് വെച്ചിട്ടാണ് എന്ന് വ്യക്തമായി അറിയുന്നവനാണ് ഞാൻ. എന്നിട്ട് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറഫായുടെ ഒരു വൈകുന്നേരം ആ ജുമാ ദിവസത്തിലാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്രയും പുണ്യമുള്ള ദിവസമാണ് അറഫ. മറ്റൊരു പുണ്യം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളെ, കണക്കില്ലാത്ത ആളുകളെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുന്ന ദിവസമാണ്. മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുതിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാർ മിൻ യൗമി അറഫ വ ഇന്നഹു ലയദ്നി സുമ്മ യുബാഹി ബിഹിമുൽ മലായിക ഫയഖൂൽ മാ അറാദ അഹുലാ. ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് അള്ളാഹു അടിമകളെ മോചിപ്പിക്കുന്നത് അറഫാ ദിനത്തിലാണ്. മാത്രമല്ല അല്ലാഹു തആല ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് മലക്കുകളോട് ചോദിക്കും, ഫയഖൂൽ മാ അറാദ അഹുലായ്, ഈ അറഫയിൽ നിൽക്കുന്ന ആളുകളെ എന്താണ് ആവശ്യപ്പെടുക, എന്താ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് ആ മലക്കുകളോട് പ്രശംസിച്ച് പറയും അറഫായുള്ള ആളുകളെ പറ്റി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരന്മാരെ, ലോകത്ത് ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനകളിൽ, ദിക്റുകളിൽ ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനയുള്ളത് ഈ അറഫാ ദിനത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഖൈറു ദുആ ദുആഉ യൗമി അറഫ, ഏറ്റവും ഉത്തമമായ പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫാ ദിനത്തിലെ പ്രാർത്ഥനയാണ്. വഖൈറു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബലി, ഞാനും എന്റെ മുൻപുള്ള പ്രവാചകന്മാരും അരുളിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയും ദിക്റുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ അറഫാ ദിനത്തിൽ ആജിമാരല്ലാത്ത ആളുകൾക്ക് നോമ്പനുഷ്ഠിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്, ശറഅാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. സിയാമു യൗമി അറഫ അത്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത്തല്ലതി ഖബലഹു വസ്സനത്തല്ലതി ബഅദഹു എന്ന് പ്രവാചകൻ അതിന്റെ കൂലിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറഫാ ദിനത്തെ നോമ്പ് എന്ന് പറയുന്നത് 2 വർഷത്തെ പാപങ്ങൾ മായ്ച്ചു കളയും. കഴിഞ്ഞു പോയൊരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മായ്ച്ചു കളയുന്ന, അതിന് കഫാറത്തായിട്ടുള്ള ഒരു നോമ്പാണ് അറഫാ ദിനം എന്ന് പറയുന്നത്. ഹാജിമാരല്ലാത്തവർക്ക് ആലോചിച്ച് നോക്കൂ, ഈ പുണ്യമക്കളുടെ ദിനം ഉള്ളത് ഈ അയ്യാമുൽ അശ്റിലാണ്. അതുകൊണ്ട് ഈ സമയം നാം ശരിക്കും ഉപയോഗപ്പെടുത്തണം. അങ്ങനെ അത് ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഈ ദിനത്തിലെ ഒരു പ്രധാന കർമ്മമാണ് ഉളൂഹിയത്ത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ തന്നെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത്, അല്ലേ? തക്ബീർ 2 രൂപത്തിലുണ്ട്. തക്ബീർ മുഖയ്യദ് എന്നും പറയും, അതേപോലെ തക്ബീർ മുത്ലഖ് എന്നും പറയും. തക്ബീർ മുഖയ്യദ് എന്ന് പറയുന്നത്
അറഫാ ദിനത്തിന്റെ ആ ഫജ്ർ, ആ പ്രഭാതം മുതൽ തുടങ്ങി, അറഫാ ദിനം എന്ന് പറയുന്ന ദിൽഹജ്ജ 9-നാണ്. അന്ന് തുടങ്ങി അയ്യാമത്തെ ശരീക്കിന്റെ അഥവാ ദിൽഹജ്ജ 13-ന്റെ അസ്ർ വരെയുള്ള ആ കണക്കാക്കിയിട്ടുള്ള ആ ഇതിലുള്ള തക്ബീറിനാണ് തക്ബീർ മുഖയ്യദ് എന്ന് പറയും. തക്ബീർ മുത്തലക്ക് എന്ന് പറയും. എപ്പോഴും നമുക്ക് എവിടെ വെച്ചും എങ്ങനെയും വഴിയിലും അല്ലാത്തപ്പോഴും മറ്റൊക്കെ നമസ്കാരത്തിന് ശേഷവും പ്രത്യേകമുള്ള സമയങ്ങളിലാണ്. എന്നാൽ മുത്തലക്കായ തക്ബീർ എവിടെ വെച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. വഴിയോരത്തും സൂക്കിലൂടെ നടന്നു പോകും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുമൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു ഉമറുമൊക്കെ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് സൂക്കിലൂടെ പുറപ്പെട്ട് അവിടെയൊക്കെ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലുമ്പോൾ ആ ശബ്ദം കേട്ടിട്ട് അവിടെയുള്ള സൂക്കിലെ വാസികളും ആ തക്ബീർ ചെല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ തക്ബീർ എന്ന് പറയുന്നത് വെറും ഒരു തക്ബീർ അല്ല. അള്ളാഹുവിന്റെ മഹത്വത്തെ എനിക്ക് എല്ലാത്തിനും അപ്പുറം എന്റെ ദേഹേച്ഛയേക്കാൾ, എന്റെ സമ്പത്തിനേക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്റെ കുടുംബത്തേക്കാൾ, എന്റെ ഈ ദുനിയാവിനേക്കാൾ, ഞാൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തിനേക്കാൾ ഏറ്റവും മഹാനാണ് അല്ലാഹു അക്ബർ എന്ന പ്രഖ്യാപനമാണ് ഒരു മനുഷ്യന്റെ ആ മനസ്സിൽ നിന്നുണ്ടാവേണ്ടത്. ഇതാണ് നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്ർ. ആ തക്ബീർ നാം മുഴക്കിക്കൊണ്ടിരിക്കണം എന്നതാണ് നമ്മെ അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അപ്പോഴേ അത് തക്ബീർ ആവുള്ളൂ സഹോദരന്മാരെ. ഇങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, അറിയാതെ വന്നിട്ടുള്ള ചെറുതും വലുതുമായില്ല തെറ്റുകുറ്റങ്ങളും പുറത്തുമാപ്പാക്കി നിന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ നൂറുദ്ദീൻ സാഹിബിൻ്റെ ഒരു ഉമ്മ, ബന്ധുവായ ഉമ്മ, അതേപോലെ ജബ്ബാറിൻ്റെ ഒരു ബന്ധു ഉമ്മ, ഇവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, ഉസ്താദുമാർ, സംഘടനാ പ്രവർത്തകർ, അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر دينك وكتابك وسنة نبيك وعبادك المؤمنين. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات. اللهم وفق اميرنا وولي عهده لهداك واجعل اعمالهما في طاعتك ورضاك واجعل هذا البلد امنا مطمئنا سخاء رخاء دار امن وايمان وسائر بلاد المسلمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.